ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ് ടു കൺഫേം വെദർ ഡ്രിങ്കിങ് വാട്ടർ കണ്ടെയ്ൻസ് എ ഗാമ എമിറ്റിംഗ് ഐസോട്ടോപ്പ് ഓർ നോട്ട്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് നമ്മുടെ കുടിവെള്ളത്തിൽ ഒരു ഗാമ എമിറ്റിംഗ് ഐസോട്ടോപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിനകത്ത് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പാണ്. ബേസിക്കലി മൈക്രോസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ മൈക്രോസ്കോപ്പ് അല്ല അതിനുള്ള ഉത്തരവെന്ന് നമുക്കറിയാമെന്ന് കൺഫേം ചെയ്യാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലെഡ് പ്ലേറ്റ് എന്നാണ്. ലെഡ് പ്ലേറ്റുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലെഡ് പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മുടെ ന്യൂക്ലിയർ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രികൾ കാണും, അല്ലെങ്കിൽ ആ ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ റേഡിയേഷനിൽ നിന്നും ഷീൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലെഡ് പ്ലേറ്റ് എന്നാണ്. ഒരു റേഡിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു റേഡിയേഷനിൽ നിന്നും ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നതാണ് ലെഡ് പ്ലേറ്റുകൾ എന്ന് പറയുന്നത്. മൂന്നാമത്താണ് സിൻഡിലേഷൻ കൗണ്ടർ. ആ സിൻഡിലേഷൻ കൗണ്ടർ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഓക്കെ, നാലാമത്തെ ഓപ്ഷനാണ് നമ്മുടെ സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത്. എന്താണ് ഒരു സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത്? സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസ് എത്രമാത്രം ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് നമ്മുടെ സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കും, മൈക്രോസ്കോപ്പ് അല്ല നമ്മുടെ ഉത്തരം, ലെഡ് പ്ലേറ്റ് അല്ല നമ്മുടെ ഉത്തരം, സ്പെക്ട്രോഫോട്ടോമീറ്ററും അല്ല നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സിൻഡിലേഷൻ കൗണ്ടറാണ്. എന്താണ് സിൻഡിലേഷൻ കൗണ്ടർ എന്ന് പറയുന്നത്? സിൻഡിലേഷൻ കൗണ്ടർ എന്ന് പറയുന്നത് ആ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ അയണൈസിങ് റേഡിയേഷനുകളെ മെഷർ ചെയ്യാൻ വേണ്ടിയും ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് നമ്മുടെ സിൻഡിലേഷൻ കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സിൻഡിലേഷൻ കൗണ്ടറാണ്. അപ്പോൾ ഏത് ഡിവൈസാണ്, ഇപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു ചോദ്യം വരുവാണ്, ഏത് ഡിവൈസാണ് നമ്മുടെ കുടിവെള്ളത്തിൽ ഗാമ എമിറ്റിംഗ് ആയിട്ടുള്ള ഐസോട്ടോപ്പുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൻഡിലേഷൻ കൗണ്ടറാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്? യെല്ലോ കേക്ക് ആൻ ഐറ്റം ഓഫ് സ്മഗ്ലിംഗ് അക്രോസ് ബോർഡറീസ്. അതായത് നമ്മുടെ ലോകത്തുടനീളം സ്മഗ്ലി ചെയ്യപ്പെടുന്ന യെല്ലോ കേക്ക് എന്ന് പറയുന്ന വസ്തു എന്താണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് എ ക്രൂഡ് ഫോം ഓഫ് ഹെറോയിൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ക്രൂഡ് ഫോം ഓഫ് കൊക്കെയിൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് യുറാനിയം ഓക്സൈഡ്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അൺറിഫൈൻഡ് ഗോൾഡ്. ആക്ച്വലി നമ്മുടെ യെല്ലോ കേക്ക് എന്ന് പറയുന്ന വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുറാനിയം ഉണ്ടല്ലോ, യുറാനിയം ഒക്കെ ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിന് ഫ്യൂവൽ ഫാബ്രിക്കേഷനും യുറാനിയം എൻറിച്ച്മെൻറ്റും ഒക്കെ ചെയ്യണം. അങ്ങനെ യുറാനിയത്തിൻ്റെ ഫ്യൂവൽ ഫാബ്രിക്കേഷനും യുറാനിയം എൻറിച്ച്മെൻറ്റും ഒക്കെ ചെയ്യുന്നതിന് മുമ്പുള്ള യുറാനിയം ഓക്സൈഡ് പൗഡറിനെയാണ് നമ്മൾ യെല്ലോ കേക്ക് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? യെല്ലോ കേക്ക് എന്ന് പറയുന്നത് എന്താണ്? യുറാനിയം ഓക്സൈഡ് പൗഡറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം, യുറാനിയം ഓക്സൈഡ്. ഓക്കെ, യുറാനിയം ഓക്സൈഡിനെയാണ് നമ്മൾ യെല്ലോ കേക്ക് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ യുറാനിയം ഓക്സൈഡിനെയും വിളിക്കും, അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോമ്പണൻസിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? യെല്ലോ കേക്ക് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ചോദ്യം ഇതാണ്: ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ന്യൂക്ലിയർ റിയാക്ടർ ആൻഡ് ആൻ ആറ്റോമിക് ബോംബ് ഈസ് ദാറ്റ്. ഒരു ന്യൂക്ലിയർ റിയാക്ടറും ഒരു ആറ്റോമിക് ബോംബും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോ ചെയിൻ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ വൈൽ ഇൻ ദ ആറ്റോമിക് ബോംബ് ദർ ഇസ് എ ചെയിൻ റിയാക്ഷൻ. ഒരു ആറ്റോമിക് ബോംബിൽ ചെയിൻ റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്, എന്നാൽ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ ചെയിൻ റിയാക്ഷൻ ഉണ്ടാകുന്നില്ല എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ കൂടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ചെയിൻ റിയാക്ഷൻ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് കൺട്രോൾഡ്. അതായത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിലും ചെയിൻ റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത്, അല്ലെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ചെയിൻ റിയാക്ഷൻ ഇൻ ദ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് നോട്ട് കൺട്രോൾഡ്. ഒരു ന്യൂക്ലിയർ റിയാക്ടറിനകത്തുള്ള ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നില്ല. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോ ചെയിൻ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ആറ്റോമിക് ബോംബ് വൈൽ ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. അതായത് ഒരു ആറ്റോമിക് ബോംബിൽ ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാകുന്നില്ല, എന്നാൽ ഒരു ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാകുന്നുമുണ്ട്. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ്
നമുക്ക് ന്യൂക്ലിയർ ഫിഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ചെയിൻ റിയാക്ഷൻ ഒരു ഉദാഹരണമാണ്. ഒരു ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ഒരു ഹെവി ആറ്റോമിക് ന്യൂക്ലിയസ് അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഏകദേശം നിയർലി ഈക്വൽ ആയിട്ടുള്ള 2 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാവുകയും ഒരു ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ന്യൂട്രോൺസ് റിലീസ് ചെയ്യുകയും ഈ ഒരു ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ബാക്കി ന്യൂക്ലിയസുകളുമായിട്ട് സ്ട്രൈക്ക് ചെയ്യുകയും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചെയിൻ റിയാക്ഷൻ തന്നെയാണ് നമ്മുടെ ആറ്റോമിക് ബോംബിൻ്റെയും ന്യൂക്ലിയർ റിയാക്ടറുകളുടെയും പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. ബേസിക്കലി അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് ഈ ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ അബ്സോർബർ മെറ്റീരിയലുകളൊക്കെ കാണും. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ മെറ്റൽ കാഡ്മിയം അല്ലെങ്കിൽ ബോറോണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറിനുള്ളിൽ കാണും. എന്നാൽ ഒരു ചെയിൻ റിയാക്ഷൻ നടക്കുന്ന ആറ്റോമിക് ബോംബിനകത്ത് ഇങ്ങനെ ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയലുകളൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് അൺകൺട്രോൾഡും ആയിരിക്കും, വളരെ വയലൻറ്റും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് ബി ആണ് നമ്മുടെ ഉത്തരം. ദ ചെയിൻ റിയാക്ഷൻ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് കൺട്രോൾ. നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറിനകത്തുള്ള ചെയിൻ റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 4ാമത്തെ ചോദ്യം ഇതാണ്: ദ ആൽഫ പാർട്ടിക്കിൾസ് ക്യാരീസ് 2 പോസിറ്റീവ് ചാർജ്, ഇറ്റ് മാസ് ഈസ് വെരി നിയർലി ഈക്വൽ ടു ദാറ്റ് ഓഫ്. അതായത് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസിൻ്റെ മാസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതിനോടാണ് നിയർലി ഈക്വൽ ആയിട്ടുള്ളതെന്നാണ്. നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾസും ഉണ്ട്, ബീറ്റ പാർട്ടിക്കിൾസും ഉണ്ട്, ഗാമ പാർട്ടിക്കിൾസും ഉണ്ട്. ഇപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുവാണെങ്കിൽ അതിനകത്ത് 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ആണുള്ളത്. ഇതാണ് ആൽഫ പാർട്ടിക്കിൾസ്. അല്ലെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ആൽഫ റേഡിയേഷൻ അല്ലെങ്കിൽ ആൽഫ റേസ് എന്നൊക്കെ വിളിക്കാം. ഇതുകൂടാതെ ബീറ്റ പാർട്ടിക്കിൾസ് ഉണ്ട്. ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ അല്ലെങ്കിൽ പോസിട്രോൺ ആണ്. അതൊരു ആറ്റോമിക് ന്യൂക്ലിയസിന് റേഡിയോ ആക്റ്റീവ് ഡീകെ വരുന്ന സമയത്ത് എമിറ്റ് ചെയ്യുന്ന നമ്മുടെ ഇലക്ട്രോൺ അല്ലെങ്കിൽ പോസിട്രോണിനെയാണ് നമ്മൾ ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഇത് കൂടാതെ ഗാമ പാർട്ടിക്കിൾസ് ഉണ്ട്. ഗാമ പാർട്ടിക്കിൾസ് ബേസിക്കലി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. അപ്പോൾ നമുക്കുള്ളത് ഇതാണ് ആൽഫ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസിൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. ആൽഫ പാർട്ടിക്കിൾസിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യണേ? ആൽഫ പാർട്ടിക്കിൾസിനകത്ത് എന്തൊക്കെയുണ്ട്? 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എങ്ങനെ നമ്മൾ കാണും? ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടിയച്ചാൽ മതി. അപ്പോൾ 2 ചേർത്ത് കഴിഞ്ഞാൽ എത്രയാണ്? 4. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് 4 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് തന്നെയാണ് മാസ് നമ്പർ ഓഫ് ആൻ എലമെൻ്റ് എന്ന് പറയുന്നത്. മാസ് നമ്പർ 4 ആയിട്ടുള്ള എലമെൻ്റ് ഏതാണ്? നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ മാസ് നമ്പർ 4 ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ആൻ ആറ്റം ഓഫ് ഹീലിയമാണ്. ഹീലിയത്തിൻ്റെ ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് എന്താണ്? ഹീലിയത്തിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്ത് വരും? ആൻ ആറ്റം ഓഫ് ഹീലിയം വരും. ഓക്കെ, ഇതിച്ചിരി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമാണ്. എന്നാലും ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്, ഇപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ചോദിക്കാൻ പോകുന്നത് ബീറ്റ പാർട്ടിക്കിൾസിനെ കുറിച്ചും ഗാമ പാർട്ടിക്കിൾസിനെ കുറിച്ചും ഒരു പക്ഷേ നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്കിനി നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കാനാണ്. നമുക്ക് 2 ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്, ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം. ലിസ്റ്റ് 1ൽ നമുക്ക് കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരും ലിസ്റ്റ് 2വിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന മേഖലകളുമാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാവുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ എടുക്കുക. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ അത് ചേരുംപടി ചേർക്കുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻസ് നോക്കുക, ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്യുക. നിങ്ങൾ മൊത്തത്തിൽ അത് ചെയ്യാതെ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിന് കറക്റ്റായിട്ട് വരുന്ന ഉത്തരം നോക്കിയിട്ട് ബാക്കി അത് ഏത് ഓപ്ഷനിൽ അത് ഏത് കോഡിനകത്താണോ വരുന്നത് അതെടുക്കുക, ബാക്കിയുള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ രാജാരാമണ്ണനെ എടുക്കുകയാണ്. ഡോക്ടർ രാജാരാമണ്ണൻ എന്ന് പറഞ്ഞ പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? നമ്മുടെ ഓപ്പറേഷൻ ഹാപ്പി കൃഷ്ണ എന്നറിയപ്പെടുന്ന പൊക്രാൻ 1 എന്നും അറിയപ്പെടുന്ന നമ്മുടെ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ 1974 മെയ് 8 നമ്മൾ നടത്തിയ നമ്മുടെ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം. അന്ന് അതിൻ്റെ തലവനായിട്ട് നിന്നിരുന്ന അന്നത്തെ നമ്മുടെ ബാബ ആറ്റോമിക് റിസർച്ചിൻ്റെ ഹെഡായിരുന്ന അല്ലെങ്കിൽ ഡയറക്ടറായിരുന്ന നമ്മുടെ ഈ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണത്തിന് മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ രാജാരാമണ്ണ. അപ്പോൾ ഡോക്ടർ രാജാരാമണ്ണ എന്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്? ന്യൂക്ലിയർ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം
എ എന്ന് പറയുന്നത് 2ആണ്. ഇനി നമ്മൾ കോഡിലേക്ക് പോവാം. A2 അല്ലാത്ത എല്ലാ ഓപ്ഷൻസും നമുക്ക് കളയാം. A2 അല്ലാത്ത ഓപ്ഷൻസ് എന്തൊക്കെയാണുള്ളത്? നമ്മുടെ ഓപ്ഷൻ എ തെറ്റാണ്, ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും തെറ്റാണ്. സോ അത് സെക്കൻഡ് വണ്ണിലേക്ക് വരാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനെ കുറിച്ച് നമുക്ക് ആർക്കും എക്സ്ട്രാ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അഗ്രികൾച്ചർ സയൻസ് ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് 5ആണ്. ദെൻ B5 വരുന്ന ഉത്തരം നോക്കുക. B5 വരുന്നത് C ആണ്. നമ്മുടെ പിന്നെ ബാക്കിയുള്ള ബിക്കകത്ത് ഓപ്ഷൻ അത് തെറ്റാണല്ലോ. B5 വരുന്നത് ഏതാണ്? നമ്മുടെ C ആണ്. ഓപ്ഷൻ A2ഉം B5ഉം വരുന്ന ഉത്തരം എന്ന് പറയുന്നത് C മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്താണ്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് C ആണ്. ഈ ചേരുംപടി ചേർക്കാനുള്ളത് ഇങ്ങനെ ചെയ്തേച്ചാൽ മതി. അല്ലാതെ ബാക്കിയുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളും നിങ്ങൾ ഏതിനകത്താണെന്നും തപ്പി നടന്ന് അങ്ങനെ നിങ്ങളുടെ സമയം കളയേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചേരുംപടി വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളൂ. സോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു മോക്ക് ടെസ്റ്റിലൂടെ നോക്കുന്നത്. മോക്ക് ടെസ്റ്റ് അല്ല കേട്ടോ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ല നമുക്ക് മുന്നോട്ട് പോകുകയെന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ പിന്നെ നിങ്ങളുടേതായിട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് UPSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ഒന്നാമത് നോക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹു അമംഗ് ദ ഫോളോവിങ് ലീഡേഴ്സ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദ ഡ്രെയിൻ തിയറി ഓഫ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറിയിൽ വിശ്വസിക്കാതിരുന്ന ഇന്ത്യയിലെ ലീഡർ ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാലഗംഗാധര തിലക്, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് RC ദത്ത്, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് MG റാനഡെ, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഞാൻ പറയാം. ബിക്കോസ് ഇത് ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. ചരിത്രം എപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള പെർസെപ്ഷൻ ആയിരിക്കണമെന്നില്ല ചരിത്രം ഇരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഉത്തരങ്ങളായിട്ട് മാത്രം കാണും. ബിക്കോസ് ഇന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ ഇന്നുകൊണ്ട് പല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഭയമുണ്ട്, അത്രമാത്രം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഉത്തരത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് ഇന്ത്യയിൽ ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തത്തിൽ വിശ്വസിക്കാതിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതിന് കാരണം 1857 കഴിയുന്ന സമയം, അതായത് നമുക്കറിയാം 1857 എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയമാണ്. അപ്പോൾ ഈ സമയം ബ്രിട്ടീഷുകാരോട് ഭയങ്കര ലോയലായിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു നമ്മുടെ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇദ്ദേഹം നമ്മുടെ ചോർച്ചാ സിദ്ധാന്തം വരുന്നത് 1867 ദാദാഭായ് നവറോജി ഇങ്ങനെ ഒരു ഡ്രെയിൻ തിയറി അല്ലെ ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനും ശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് മുസ്ലിംസിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യരുത് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു നമ്മുടെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇദ്ദേഹം നമ്മുടെ കോൺഗ്രസിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് യുണൈറ്റഡ് പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ 1888 സ്ഥാപിക്കുന്നുണ്ട്. 1888 ഈ ഒരു അസോസിയേഷൻ സ്ഥാപിക്കുന്നതിലൂടെ നമ്മുടെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ചെയ്യുന്നത്, അതായത് ഇന്ത്യൻ മുസ്ലിംസ് എല്ലാം ബ്രിട്ടീഷുകാരോട് ലോയലായിരിക്കണമെന്നാണ് ഇതിലൂടെ അഭ്യർത്ഥിക്കുന്നത്. ഇദ്ദേഹം പറയുന്നതിന് കാരണം ഇന്ത്യയിലെ മുസ്ലിംസിൻ്റെ ഒരു ഉന്നമനമൊക്കെ സാധ്യമാകുന്നത് കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരിക്കും എന്ന് വിശ്വസിച്ചൊരു പേഴ്സണാലിറ്റിയാണോ നമ്മുടെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത്. ആരാണ് നമ്മുടെ ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തത്തിൽ വിശ്വസിക്കാതിരുന്ന മനുഷ്യനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലീഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. ഇൻ 1930 മഹാത്മാഗാന്ധി സ്റ്റാർട്ടഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഫ്രം, അതായത് 1930 മഹാത്മാഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എവിടെ നിന്നാണ് ആരംഭിച്ചത്? നമുക്കറിയാം 1930 മാർച്ച് 12 മഹാത്മാഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത് ദണ്ഡി മാർച്ചിൻ്റോടുകൂടിയാണ്. അത് 1930 മാർച്ച് 12 ദണ്ഡി മാർച്ച് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിക്കുകയും 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 1930 മഹാത്മാഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആരംഭിച്ചത് എവിടെ നിന്നുമാണ്? സബർമതി ആശ്രമത്തിൽ നിന്നുമാണ്. ആ ഡേറ്റ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ആരംഭിച്ചത് 1930 മാർച്ച് 12 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന് സാൾട്ടിലോനെ ബ്രോക്കൺ ചെയ്യുന്നത് 1930 ഏപ്രിൽ 6 ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്
ദി അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1990 വാസ് പോപ്പുലർലി നോൺ as, അതായത് 1919 അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റൗളത്ത് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഇന്ത്യൻ ആംസ് ആക്ട്, ഇൽബേർട്ട് ബിൽ. അപ്പോൾ നമ്മുടെ 1919 റൗളത്ത് ആക്ട് തന്നെയാണ് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919 എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ചെയ്ത് പോരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് കാണുക. നമ്മളത് പോരുന്നതിനിടയ്ക്ക് നമ്മൾ റൗളത്ത് ആക്ടിൽ അധികം താമസിയാതെ തന്നെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ മുടങ്ങാതെ കാണുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 4ാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഫോളോവിങ് ഇവൻറ്റ്സ്? നമുക്ക് 4 ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഓരോ ചരിത്രപരമായിട്ടുള്ള ഇവൻറ്റ്സ് നമുക്ക് എന്താണെന്ന് നമുക്ക് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് ആ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഇവൻ്റ് എന്ന് പറയുന്നത് ലക്നൗ പാക്റ്റ് ആണ്. ലക്നൗ പാക്റ്റ് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഇട്ട ഒരു ഉടമ്പടിയാണ് ലക്നൗ പാക്റ്റ്. 1916 ലക്നൗ പാക്റ്റ് സംഭവിക്കുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ നടന്നുപോയൊരു മറ്റൊരു കാര്യമാണ് നമ്മുടെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതും ഈ ലക്നൗ പാക്റ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെയുള്ള ലക്നൗ പാക്റ്റ് സംഭവിക്കുന്നത് 1916. രണ്ടാമത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവൻ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയാർക്കിയാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയാർക്കി വരുന്നത് 1919. 1919 മോൺഫോർഡ് റീഫോംസ് അല്ലെങ്കിൽ മോണ്ടിഗു ചെംസ്ഫോർഡ് റീഫോംസ് വരുന്നത്. അതിലൂടെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയാർക്കി വരുന്നത്. അത് സംഭവിക്കുന്നത് 1919. ഓക്കെ, സോ ഇതിനകത്ത് മന്ത് എല്ലാ കാര്യങ്ങളിലും പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. 3ാമതായിട്ടാണ് റൗളത്ത് ആക്ട്. റൗളത്ത് ആക്ട് വരുന്നതും 1919. റൗളത്ത് ആക്ട് എന്ന് പറയുന്നത് തന്നെയാണ് അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്. ഇത് വരുന്നത് 1919. ദെൻ വരുന്നതാണ് നമ്മുടെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ പാർട്ടീഷൻ വരുന്നത് എല്ലാവർക്കും അറിയാം, 1905 വരുന്നത്. സോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓർഡറിൽ എഴുതുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മന്ത് അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉത്തരങ്ങളിലേക്ക് പോരാം. പക്ഷെ നമുക്ക് എല്ലാ ചോദ്യങ്ങളും അതുപോലെ ആയിരിക്കത്തില്ല. ചില ചോദ്യങ്ങളിൽ നമ്മൾ മാസങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 4 ഇവൻറ്റുകളിൽ ആദ്യം ഉണ്ടായ ഇവൻ്റ് എന്താണ്? തീർച്ചയായിട്ടും 1905 നടന്ന ബംഗാൾ പാർട്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ഒന്നാമത് വരുന്ന ഓപ്ഷൻസ് ഒഴികെയുള്ള 2 ഓപ്ഷൻസ് നമുക്ക് കളയാം. അതായത് എയും സിയും നമുക്ക് ഇനി വേണ്ട. പിന്നെ ഉള്ളത് ബിയും ഡിയും ആണ്. പിന്നീട് 1905 കഴിഞ്ഞിട്ട് നടന്ന സംഭവം ഏതാണ്? നമുക്കറിയാം റൗളത്ത് ആക്ടും ഇൻട്രൊഡക്ഷൻ ഓൺ ഡയാർക്കി വരുന്നത് 1919. നമ്മുടെ ലക്നൗ പാക്റ്റ് 1916. സ്വാഭാവികമായിട്ട് ഇപ്പോൾ എന്തായിരിക്കും വരിക? നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ലക്നൗ പാക്റ്റ് ആയിരിക്കും പിന്നീട് വരിക. അപ്പോൾ നമ്മുടെ ഓർഡർ 4-1 വരും. 4-1 വരുന്ന ബാക്കി ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ബിയിലേക്ക് ബാക്കിയുള്ളതിലേക്ക് പോകാതെ തന്നെ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ബി ആയിരിക്കും. അപ്പോൾ നമ്മുടെ 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. 4, 1, 3, 2. അതിൽ നമ്മുടെ മോണ്ടിഗു ചെംസ്ഫോർഡ് റീഫോംസ് വരുന്നത് 1919 ഡിസംബറിലാണ്. റൗളത്ത് ആക്ട് വരുന്നത് 1919 ഫെബ്രുവരി മാർച്ച് മാസത്തിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യവും സംഭവിക്കുന്നത് 1919 ഈ ഒരു ഓർഡറിന് ഡിഫറൻസ് വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് B.R. അംബേദ്കർ വാസ് ഇലക്റ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഫ്രം. ഡോക്ടർ B.R. അംബേദ്കർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എവിടെ നിന്നുമാണ് വിജയിച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ, ബോംബെ പ്രസിഡൻറ്റ്, മധ്യഭാരത്, പഞ്ചാബ്. അപ്പം നമ്മുടെ അംബേദ്കർ ഉണ്ടല്ലോ, അംബേദ്കർ ബോംബെയിലെ റെസിഡൻ്റ് ആയിരുന്നുവെങ്കിലും ഇദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിലേക്ക് മത്സരിച്ചത് വെസ്റ്റ് ബംഗാളിൽ നിന്നുമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? വെസ്റ്റ് ബംഗാളാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് നോക്കുന്നത്. ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഹിസ്റ്ററി നമ്മൾ നോക്കുന്ന സമയത്ത് ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഇപ്പം നമ്മുടെ ചുറ്റും ഇന്ന് നടക്കുന്ന ഇൻസിഡൻസിനെ തന്നെ നമ്മളത് ഓരോ വ്യക്തികൾ എഴുതുന്ന സമയത്ത് അതിന് പല ഇൻ്റർപ്രിട്ടേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കാര്യം ഹിസ്റ്ററിയിൽ ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും ആക്യുറേറ്റ് അത് എക്സാക്ട്ലി അതുപോലെ ആകണമെന്നൊന്നുമില്ല. ഓക്കെ,
അപ്പോൾ ഹിസ്റ്ററി നമ്മുടെ അത് എഴുതുന്ന ഓർഡറിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഹിസ്റ്ററിയിലെ ഓരോ സംഭവ വികാസങ്ങളും അത് ഡിനോട്ട് ചെയ്യപ്പെടുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാവരും മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 7ാമത്തെ വീഡിയോ ആണ്. നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആണ്. അതിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ദാറ്റ് ഇറ്റ് ഷാൽ ബി ദ എൻഡവർ ഓഫ് എവരി സ്റ്റേറ്റ് ടു പ്രൊവൈഡ് അഡ്വക്കേറ്റ് ഫെസിലിറ്റി ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ മദർ ടങ് അറ്റ് പ്രൈമറി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് ചോദ്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ പറയാം. ഒരു വിദ്യാർത്ഥിയുടെ പ്രൈമറി എഡ്യൂക്കേഷൻ അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിൽ ലഭ്യമാക്കണം എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? അപ്പോൾ നമുക്കിവിടെ സ്വാഭാവികമായിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 4 ആർട്ടിക്കിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട 2 ആർട്ടിക്കിൾസ് ഇതിനകത്തുണ്ട്. ആർട്ടിക്കിൾ 350A ആർട്ടിക്കിൾ 351. ആർട്ടിക്കിൾ 351 എന്ന് പറയുന്നത് ഹിന്ദി ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 351. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 350ൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്ന ആർട്ടിക്കിൾ 350A. എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 350A പറയുന്നത്? ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, അതായത് ഭാഷാപരമായ ന്യൂനപക്ഷങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിൽ പെടുന്ന കുട്ടികൾക്ക് അവരുടെ പ്രൈമറി എഡ്യൂക്കേഷൻ അവരുടെ മാതൃഭാഷയിൽ ലഭ്യമാക്കണമെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്ഷൻസൊക്കെ പ്രസിഡൻറ്റിന്, അതായത് സ്റ്റേറ്റുകൾക്ക് ഇഷ്യൂ ചെയ്യാമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 350A. സോ നമ്മുടെ ചോദ്യം ഇത് തന്നെയാണ്. ചോദ്യത്തിനകത്ത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ ചോദ്യം ഇതാണ്: ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൈമറി എഡ്യൂക്കേഷൻ അവരുടെ മാതൃഭാഷയിൽ നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അതിൻ്റെ ഉത്തരം വരുന്ന ആർട്ടിക്കിൾ 350A ആണ്. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണം. ആ കാര്യം പറയുന്നത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിൽ പെടുന്ന കുട്ടികൾക്കാണ്, അതായത് ഭാഷാപരമായിട്ട് ന്യൂനപക്ഷത്തിൽ നിൽക്കുന്ന കുട്ടികൾക്കാണ് അവരുടെ പ്രൈമറി എഡ്യൂക്കേഷൻ അവരുടെ മാതൃഭാഷയിൽ നൽകണമെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ 351 നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഹിന്ദി ഭാഷയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 351. അടുത്തതായി നമുക്ക് നമ്മുടെ 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 2ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദി 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1992 റെഫേഴ്സ് ടു ദ, അത് നമ്മുടെ 73ാം ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. നമ്മുടെ 73ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടതും 74ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനെക്കുറിച്ച് ലക്ഷ്മികാന്തിൽ ഒരു വലിയൊരു ചാപ്റ്റർ തന്നെയുണ്ട്. നമുക്ക് ആ ചാപ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. എങ്കിലും ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. 73ാം ഭരണഘടനാ ഭേദഗതി വരുന്നതോടുകൂടി നമ്മുടെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന പുതിയ ഷെഡ്യൂളാണ് 11ാമത്തെ ഷെഡ്യൂൾ. 74ാം ഭരണഘടനാ ഭേദഗതി വരുന്ന സമയത്ത്, അതായത് നമ്മുടെ മുനിസിപ്പാലിറ്റീസ് വരുന്ന സമയത്ത് ആഡ് ചെയ്യപ്പെടുന്നതാണ് 12ാമത്തെ ഷെഡ്യൂൾ. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ 73ാം ഭരണഘടനാ ഭേദഗതി വരുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആഡ് ചെയ്യുന്നത് ഭരണഘടനയുടെ പാർട്ട് 9ലേക്ക് ആർട്ടിക്കിൾ 243 മുതൽ 243O വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ട്രൈബൽ സ്റ്റേറ്റുകൾക്ക് ബാധ്യതയില്ല. അതായത് നമ്മുടെ നാഗാലാൻഡ്, മെഘാലയ, മിസോറാം തുടങ്ങിയ സ്റ്റേറ്റുകളിലേക്ക് ഈ നിയമം ഇത് അപ്ലൈ ആകുന്നില്ല. ഓക്കെ, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമേ ഈ പറയുന്ന നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രാബല്യത്തിൽ വരുന്നുള്ളൂ. എക്സെപ്റ്റ് എവിടെയാണ്? ട്രൈബൽ സ്റ്റേറ്റുകളായിട്ടുള്ള നാഗാലാൻഡ്, മെഘാലയ, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ 74ാം ഭരണഘടനാ ഭേദഗതി വരുന്ന സമയത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റീസ് വരുന്നുണ്ട്. മുനിസിപ്പാലിറ്റീസ് ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ 12ാമത്തെ ഷെഡ്യൂളിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 9A പാർട്ട് 9A നമ്മുടെ 74ാം ഭരണഘടനാ ഭേദഗതിയിൽ വരുന്ന മുനിസിപ്പാലിറ്റീസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 243P മുതൽ ആർട്ടിക്കിൾ 243ZG വരെയുള്ള ഭാഗങ്ങളാണ് മുനിസിപ്പാലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും മുനിസിപ്പാലിറ്റീസിനെ കുറിച്ചും പഠിക്കാം, 73, 74 ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം.
73-ാം ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? നമ്മുടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി ഡെസ്ക്രൈബ് ദ 4th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ 4ാമത്തെ ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ അതിനകത്ത് ബിയും സിയും സെയിം തന്നെയാണ് കേട്ടോ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒറ്റയായിട്ട് നോക്കി വെച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്നാമത് തന്നിട്ടുള്ളത് ഇറ്റ് ലിസ്റ്റ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. യൂണിയൻ്റെയും അതായത് നമ്മുടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാരത്തെ വിഭജിക്കുന്നത് ഏത് ഷെഡ്യൂളാണ്? ഷെഡ്യൂൾ പ്രകാരം ഏതിലാണ്? ഷെഡ്യൂൾഡ് 7-ലാണ്. ഷെഡ്യൂൾഡ് 7-ലാണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും വന്നിട്ട് നമ്മുടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാരങ്ങളെ വേർതിരിക്കുന്നത്. അപ്പോൾ അത് 4ാമത്തെ ഷെഡ്യൂളാണ്? അല്ല, 7ാമത്തെ ഷെഡ്യൂളാണ്, 7th ഷെഡ്യൂളാണ് നമ്മുടെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ഒക്കെ വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ ദ ലാംഗ്വേജസ് ലിസ്റ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ലാംഗ്വേജസ് ലിസ്റ്റ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ 8 അല്ലെങ്കിൽ 8ാമത്തെ ഷെഡ്യൂളിലാണ് ലാംഗ്വേജുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? ഇറ്റ് അലോക്കേറ്റ് ദ സീറ്റ്സ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഉത്തരം ഈ വരുന്ന ബാക്കി രണ്ടും അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഡി ആണ്. ഇറ്റ് അലോക്കേറ്റ് ദ സീറ്റ്സ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 4ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യസഭ. രാജ്യസഭയിലേക്ക് സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 4ാമത്തെ ഷെഡ്യൂൾ. അപ്പോൾ ഈ കൂടെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിന് മുന്നേ വരുന്ന 3 ഷെഡ്യൂളുകളുണ്ട്. എന്തൊക്കെയാണ് 4-ന് മുന്നേ വരുന്ന 3 ഷെഡ്യൂളുകൾ? ഷെഡ്യൂളിൽ 1 പറയുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളുടെയും പേരും അതിൻ്റെ ബൗണ്ടറീസുമാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഈ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് പോവുക. 2ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡൻറ്റിൻ്റെയും ഗവർണേഴ്സിൻ്റെയും അതുകൂടാതെ രാജ്യസഭയുടെയും ലോക്സഭയുടെയും സ്പീക്കറിൻ്റെയും ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെയും അതുകൂടാതെ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജസുമാരുടെയും സ്പെഷ്യൽ പവേഴ്സും സാലറിയുമൊക്കെയാണ് 2ാമത്തെ ഷെഡ്യൂളിലൂടെ പറയുന്നത്. 3ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒഴികെയുള്ള ആൾക്കാരുടെ ഓത്തും പ്രോമിസസും ഒക്കെയാണ് 3ാമത്തെ ഷെഡ്യൂൾ. അത് കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ഷെഡ്യൂളാണ് ഇന്ത്യയിലെ രാജ്യസഭ എംപിമാരുടെ സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്. രാജ്യസഭയിലേക്കുള്ള സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 4ാമത്തെ ഷെഡ്യൂളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് 4ാമത്തെ ഷെഡ്യൂളാണ്. നിങ്ങൾ ഈ 12 ഷെഡ്യൂളുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. 12 ഷെഡ്യൂളുകളും നിങ്ങൾക്ക് റിപ്പീറ്റ്ലി നിങ്ങൾക്ക് ചോദ്യം വരും. 100% ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ ഷെഡ്യൂളുകളെ ബേസ് ചെയ്തിട്ട് റിപ്പീറ്റ്ലി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് 12 ഷെഡ്യൂളുകളും പഠിച്ചിരിക്കുക. അതുകൊണ്ട് ഓക്കെ, ഞാനതെന്തായാലും ഈ വീഡിയോയുടെ എൻഡിൽ 12 ഷെഡ്യൂളുകളും ആഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ, നോക്കാം. 5ാമത്തെ ചോദ്യം ഇതാണ്: ദി 9th ഷെഡ്യൂൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ആഡഡ് ബൈ. അതായത് നമ്മുടെ ഭരണഘടനയിലേക്ക് 9ാമത്തെ ഷെഡ്യൂൾ അല്ലെങ്കിൽ 9ാമത്തെ പട്ടിക ആഡ് ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്നാണ് ചോദ്യം. എന്താണ് നമ്മുടെ 9ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്? 9ാമത്തെ പട്ടിക എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 9ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ലാൻഡ് റീഫോംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 1951 വന്ന 1ാം ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് ഈ 9th ഷെഡ്യൂളിൽ ആഡ് ചെയ്യുന്നത്. അതുവഴിയാണ് ലാൻഡ് റീഫോംസ് ഒക്കെ ഇന്ത്യയിൽ പതിയെ നടപ്പിലാക്കാൻ വേണ്ടി ആരംഭിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഫസ്റ്റ് അമെൻമെൻ്റ് ആണ്. 1ാം ഭരണഘടനാ ഭേദഗതിയിലാണ് 9ാമത്തെ പട്ടികയിലെ 9ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ പോരായ്മകൾ കമൻറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുള്ള പോരായ്മകളൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ബേസിക്കലി നിങ്ങളത് പറഞ്ഞു തരുന്ന സമയത്ത് മാത്രമേ എനിക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി ആൻഡ് ഗവർണൻസ് ആണ്. അപ്പം നമ്മുടെ അതിനകത്ത് 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്
വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ സ്റ്റേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ശരിയെന്നല്ല നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്, ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ് നമ്മുടെ അടുത്ത് ചോദ്യം. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ പ്രസിഡൻറ്റ് ഷാൽ നോട്ട് ബി എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. അതായത് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപതി പാർലമെൻറ്റിൽ ഒരു സഭയിലും അംഗമല്ല എന്ന് നമുക്കറിയാം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി നമ്മൾ ഉത്തരത്തിൽ ഇത് ശരിയാകണമെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുകൂടെ നമ്മൾ അറിയണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 59 പ്രകാരം ഇന്ത്യയുടെ രാഷ്ട്രപതി പാർലമെൻറ്റിലെ ഒരു സഭയിലും അംഗമായിരിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് തന്നെ ശരിയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. ദ പാർലമെൻറ്റ് ഷാൽ കൺസിസ്റ്റ് ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് 2 ഹൗസസ്. അതായത് ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡൻറ്റും കൂടാതെ നമ്മുടെ പാർലമെൻറ്റിലെ ലോക്സഭയും രാജ്യസഭയും കൂടെ ചേരുന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി നമ്മുടെ ഉത്തരത്തിൽ ഇത് ശരിയാകണമെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുകൂടെ നമ്മൾ അറിയണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 79 പ്രകാരം ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയും കൂടാതെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും അതായത് ലോക്സഭയും രാജ്യസഭയും കൂടി കൂടിച്ചേരുന്നതാണ്. അപ്പോൾ നമ്മുടെ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്കിവിടെ ഇന്ത്യയുടെ പ്രിയാമുളലെ ആമുഖം തന്നിട്ടുണ്ട്. ആമുഖം തന്നിട്ട് അതിന് താഴെ നമുക്ക് ഈ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം: ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്നാണ് നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്തതെന്ന് ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം നമ്മുടെ മുഴുവൻ പ്രിയാമുകൾ തന്നിട്ട് ആ അഡോപ്റ്റ് ചെയ്ത ഡേറ്റിന് പകരം ഒരു എക്സ് ഇട്ടേക്കുവാണ്. എന്നിട്ട് ആ എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ബേസിക്കലി അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്ന ദിവസം ഞാൻ നമ്മുടെ സിറ്റിസൺഷിപ്പ് പഠിപ്പിച്ച സമയത്ത് നമ്മുടെ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ത്യയിൽ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിലവിൽ വരുന്നത് ഇന്ത്യയുടെ ഭരണഘടന കമൻസ്മെൻറ്റ് ചെയ്യുന്ന ഡേറ്റിനല്ല, അതായത് 1950 ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷനുകളെല്ലാം നിലവിൽ വന്നത്. അത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന അന്ന് തന്നെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷനുകളെല്ലാം നിലവിൽ വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ഡേറ്റ് എന്നാണ്? 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നാണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. 26th day of November 1949, അതായത് നവംബർ 26, 1949 നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ആൻറ്റി ഡിഫെക്ഷൻ ആക്ട്. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് ആൻറ്റി ഡിഫെക്ഷൻ ആക്ട് അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഷെഡ്യൂളുകൾ തന്നിട്ടുണ്ട്. നമുക്കതിനകത്ത് ഒന്നാമത് തന്നിട്ടുള്ളത് സെക്കൻഡ് ഷെഡ്യൂളാണ്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ രണ്ടാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ രണ്ടാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി, ഗവർണേഴ്സ്, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ലോക്സഭയുടെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ, ഇവരുടെ അലവൻസസും പ്രിവിലേജസും എമോൾമെൻറ്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷനുകൾ ഡീൽ ചെയ്യുന്ന ആ ഷെഡ്യൂൾ, ആർട്ടിക്കിളല്ല ഷെഡ്യൂളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രണ്ടാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 5th ഷെഡ്യൂളാണ്. എന്താണ് 5ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 5ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ അസം, മേഘാലയ, ത്രിപുര, മിസോറാം ഈ 4 സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള ഷെഡ്യൂൾഡ് ട്രൈബും ഷെഡ്യൂൾഡ് ഏരിയാസിൻ്റെയൊക്കെ അഡ്മിനിസ്ട്രേഷനും കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഷെഡ്യൂളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 5ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് നമുക്ക് 8ാമത്തെ ഷെഡ്യൂൾ. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂൾ? നമുക്കറിയാം, നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകളെക്കുറിച്ച് പറയുന്ന ഷെഡ്യൂളാണ് 8ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ലാസ്റ്റ് ഓപ്ഷൻ, ഓഫ് കോഴ്സ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നതും ലാസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, 10th ഷെഡ്യൂൾ. എന്താണ് 10th ഷെഡ്യൂൾ? 10th ഷെഡ്യൂളാണ് നമ്മുടെ കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആൻറ്റി ഡിഫെക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ്. 10th ഷെഡ്യൂളാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യം നോക്കാം.
നമ്മുടെ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ്. അത് നമുക്ക് വിവിധ തരത്തിലുള്ള മൈനോറിറ്റികൾ തന്നിട്ടുണ്ട്. ആ മൈനോറിറ്റികളിൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺലി റിലീജിയസ് മൈനോറിറ്റീസ്, മതപരമായിട്ടുള്ള മൈനോറിറ്റീസിന് മാത്രമേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടന പ്രകാരം അംഗീകരിക്കുന്നുള്ളത്. ശരിയാണോ? അല്ല, നമുക്ക് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി കൂടെ നമുക്ക് ഭരണഘടന പ്രകാരം അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ എ തെറ്റായിട്ട് വരും. ഇനി നമുക്ക് രണ്ടാമത്തേതിലേക്ക് പോകാം. രണ്ടാമത്തേലേക്ക് പോകുന്ന സമയത്ത് ഓൺലി ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, ഭാഷാപരമായിട്ടുള്ള മൈനോറിറ്റീസിനെ മാത്രമേ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നുള്ളൂ. ശരിയാണോ? അല്ല, നമുക്ക് റിലീജിയസ് മൈനോറിറ്റി കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് പോകുന്ന സമയത്തേക്ക് റിലീജിയസും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസും നമുക്കുണ്ട്. നമുക്ക് മതപരമായിട്ടുള്ള മൈനോറിറ്റീസും ഉണ്ട്, ഭാഷാപരമായിട്ടുള്ള മൈനോറിറ്റീസും ഉണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. നമുക്ക് റിലീജിയസ് മൈനോറിറ്റീസും ഉണ്ട്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി അതായത് ഭാഷാപരമായിട്ടുള്ള മൈനോറിറ്റീസും ഉണ്ട്, അതുകൂടാതെ എത്നിക് മൈനോറിറ്റീസും ഉണ്ട്. നമ്മുടെ ഭരണഘടന പ്രകാരം എത്നിക് മൈനോറിറ്റീസിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്താണ്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, അതായത് മതപരമായിട്ടുള്ളതും ഭാഷാപരമായിട്ടുള്ള മൈനോറിറ്റീസിനെ മാത്രമേ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. ദ അമെൻമെൻറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ബൈ ദ, അതായത് ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലോക്സഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പിന്നീട് പ്രസിഡൻറ്റ്. ഇതിൻ്റെ ഉത്തരം വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഭരണഘടനാ ഭേദഗതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുക പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലുമാണ്. അതായത് ലോക്സഭയിലും രാജ്യസഭയിലുമാണ്. അതായത് ലോക്സഭ ഒന്നാമത്തെ ഓപ്ഷനും രാജ്യസഭ രണ്ടാമത്തെ ഓപ്ഷനും. സോ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 and 2 ആണ്. ഒരു സംസ്ഥാന നിയമസഭയിലോ ഒരു പ്രസിഡൻറ്റിനോ ഈ പറയുന്നത് പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്, അതായത് ഒരു ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങളത് കമൻറ്റ് ചെയ്യും കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് മിസ്റ്റേക്കുകൾ തിരിച്ചറിയുവാനും അതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ ജോഗ്രഫിയാണ്. അതിനകത്ത് നമുക്ക് ഇന്ത്യയും വരും വേൾഡും വരും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ചോദ്യം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദിച്ചിട്ടുള്ളതാണ്. യാതൊരു തരത്തിലുള്ള എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഫിസിക്കൽ ജോഗ്രഫി പഠിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ചോദ്യം കാണുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു ഉത്തരം മനസ്സിലാവും. അപ്പോൾ ആ ചോദ്യം ഇതാണ്: വില്ലി വില്ലി എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് ട്രീ ഗ്രോൺ ഇൻ ടെമ്പറേറ്റ് റീജിയൻസ്. ടെമ്പറേറ്റ് റീജിയൻസിൽ വളരുന്ന ഒരു മരമാണ് വില്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? ശരിയല്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വില്ലി എന്ന് പറയുന്നത് എ വിൻഡ് ദാറ്റ് ബ്ലോസ് ഇൻ എ ഡെസേർട്ട്. മരുഭൂമിയിൽ കൂടി വീശി അടിക്കുന്ന കാറ്റാണ് വില്ലീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ? നമുക്കറിയാം മരുഭൂമിയിൽ കൂടെ വീശി അടിക്കുന്ന അനേകം കാറ്റുകളുണ്ട്. ഇപ്പോൾ സഹാറയിൽ കൂടെ വീശി അടിക്കുന്ന ഹർമാട്ടനുണ്ട്. അതുപോലെ തന്നെ സഹാറയിൽ നിന്ന് നമ്മുടെ യൂറോപ്പിൻ്റെ ഈ മെഡിറ്ററേനിയൻ കോസ്റ്റുകളിലേക്ക് വീശി അടിക്കുന്ന സിറോക്കോയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇൻഡോ ഗാഗ്നറ്റിക് പ്ലെയിൻസിന് മേളിൽ കൂടെയുള്ള ലൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡെസേർട്ടുകൾക്ക് മേളിൽ കൂടെ വീശി അടിക്കുന്ന ഒരു കാറ്റാണോ വില്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആണോ? അല്ല. വില്ലി എന്ന് പറയുന്നത് ഒരു ഡെസേർട്ടിന് മേളിൽ കൂടെ വീശി അടിക്കുന്ന കാറ്റല്ല. മൂന്നാമത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത് എ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഓഫ് ദ നോർത്ത് വെസ്റ്റ് ഓസ്ട്രേലിയ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കുറേയധികം സൈക്ലോൺസുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ അറ്റ്ലാന്റിക് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഹരിക്കെയിൻസ് ഉണ്ട്. വെസ്റ്റേൺ പസഫിക്കും സൗത്ത് ചൈന സീയും നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ടൈഫൂൺസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്ന ഒരു സൈക്ലോണാണ് എന്തെന്ന് പറയുന്നത് വില്ലീസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഈ ഒരു സൈക്ലോൺ ഒറിജിനേറ്റ് ചെയ്യുന്നത് ടൈമോർ സീയിൽ നിന്നുമാണ്.
ടൈമോസയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള മഴയ്ക്ക് കാരണമാകുന്ന ഒരു സൈക്ലോണാണ് നമ്മുടെ വില്ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 4ാമത്തെ ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. അടുത്തതും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കോണ്ടിനെൻറ്റ് വിത്ത് ഹയസ്റ്റ് മീൻ എലവേഷൻ ഇൻ ദ വേൾഡ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മീൻ എലവേഷനുള്ള കോണ്ടിനെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1ാമത്തെ ഓപ്ഷൻ അന്റാർട്ടിക്ക, ദെൻ നോർത്ത് അമേരിക്ക, ദെൻ ഏഷ്യ, ദെൻ സൗത്ത് അമേരിക്ക. ഈ കോണ്ടിനെൻറ്റുകളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും ഹയസ്റ്റ്, ലോവസ്റ്റ്, ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റ് ഇങ്ങനെയുള്ള പോയിൻറ്റുകളൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിനകത്ത് വരുന്ന ഒന്നാണ് ഈ മീൻ എലവേഷൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മീൻ എലവേഷൻ കുറഞ്ഞ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതലുള്ള കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് അന്റാർട്ടിക്കയുമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നാളെ ഒരു പക്ഷേ നിങ്ങൾക്ക് ചോദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മീൻ എലവേഷൻ കുറഞ്ഞ കോണ്ടിനെൻ്റ് ഏതെന്നായിരിക്കും. ഏറ്റവും മീൻ എലവേഷൻ കുറഞ്ഞ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. വെറും 984 ഫീറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും മീൻ എലവേഷൻ കൂടിയ കോണ്ടിനെൻ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അന്റാർട്ടിക്കയാണ്. ഏകദേശം 7546 ഫീറ്റോളം അന്റാർട്ടിക്കയ്ക്ക് മീൻ എലവേഷനുണ്ട്. അപ്പം നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് അന്റാർട്ടിക്കയാണ്. അടുത്ത ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിഫ്ലക്ഷൻ ഓഫ് റേഡിയോ വേവ്സ്? ട്രോപ്പോസ്ഫിയർ ആണോ? അല്ല. സ്ട്രാറ്റോസ്ഫിയർ ആണോ? അല്ല. മീസോസ്ഫിയർ ആണോ? അല്ല. ഉത്തരം എന്താണ്? അയണോസ്ഫിയർ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു അവകാശവാദവും അതിനുള്ള കാരണമാണ്. ഒരു അസേഷനും ഒരു റീസണും ഉണ്ട്. അപ്പോൾ നമ്മുടെ അസേഷൻ എന്ന് പറയുന്നത് ഏരിയാസ് നിയർ ദ ഇക്വേറ്റർ റിസീവ് റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. അതായത് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വർഷാകാലം മുഴുവനും മഴ ലഭിക്കുന്നതാണ്. അതിൻ്റെ റീസണായിട്ട് തന്നിട്ടുള്ളത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി കോസ് കൺവെൻഷണൽ റെയിൻ ഇൻ മോസ്റ്റ് ആഫ്റ്റർനൂൺസ് നിയർ ദി ഇക്വേറ്റർ. അതായത് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഉയർന്ന താപനിലയും ഉയർന്ന ഹ്യൂമിഡിറ്റിയും കാരണം ആഫ്റ്റർനൂൺസിൽ കൺവെൻഷൻ റെയിൻ ഉണ്ടാകുന്നു എന്നാണ് അതിൻ്റെ റീസൺ തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇക്വേറ്റർ എടുക്കുക, അല്ലെ ഭൂമധ്യരേഖയോട് 5 മുതൽ 10 ഡിഗ്രി സൗത്തിലേക്കും നോർത്തിലേക്കും സൗത്തിലേക്കുള്ള പ്രദേശങ്ങൾ എടുക്കുക എന്ന് വയ്ക്കുക. അപ്പോൾ ഈ പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഏറ്റവും അധികം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇക്വേറ്ററിനോട് ഒരു 5 അല്ലെ 10 ഡിഗ്രി നോർത്തിലേക്കും സൗത്തിലേക്കും പോകുന്ന പ്രദേശങ്ങളെന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ സൂര്യപ്രകാശം ആവശ്യത്തിന് ലഭിക്കുന്നുണ്ട്. നമുക്കൊരു കൺവെൻഷൻ റെയിൻ ഉണ്ടാകാൻ വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് സൂര്യപ്രകാശം, 2 ജലത്തിൻ്റെ സോഴ്സും. നമ്മുടെ ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അറിയാം, നമുക്കൊരു പക്ഷേ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജലത്തിൻ്റെ സോഴ്സ് കാണാൻ സാധിക്കുന്നത് ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലായിരിക്കും. അപ്പം ഈ 2 കാര്യങ്ങളും അവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കൺവെൻഷൻ റെയിൻ ഉണ്ടാകാൻ വേണ്ട ജലത്തിൻ്റെ സോഴ്സും അവിടെയുണ്ട്, അതുപോലെ തന്നെ സൂര്യപ്രകാശമുണ്ട്. അങ്ങനെ ലഭിക്കുന്ന സൂര്യപ്രകാശം, അപ്പോൾ രാവിലെ പകൽ മുഴുവൻ ലഭിക്കുന്ന സൂര്യപ്രകാശം കാരണം എർത്തിൻ്റെ സർഫസ് ചൂടാകുകയും അല്ലെങ്കിൽ ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന സർഫസ് ചൂടാവുകയും സ്വാഭാവികമായിട്ടും അവിടെ വാം എയർ റേസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതോടുകൂടെ തന്നെ അനേകം ജലകണികകളും ഇവാപ്രേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകും. അങ്ങനെ ഇവാപ്രേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തുകയും അവിടെ ചെന്നതിന് ശേഷം കണ്ടൻസ് ചെയ്തിട്ട് ക്യുമുലോനിംബസ് ക്ലൗഡുകൾ ഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ക്യുമുലോനിംബസ് ക്ലൗഡുകൾ ഫോം ചെയ്യുകയും ആഫ്റ്റർനൂണിൽ മഴ പെയ്യുകയും ചെയ്യും. ഇങ്ങനെ പെയ്യുന്ന മഴയെ നമ്മൾ വിളിക്കുന്നതാണ് 4 o'clock റെയിൻഫോൾ എന്ന്. ബിക്കോസ് ഈ ഒരു മഴ ഉണ്ടാകാനുള്ള കാരണമെന്ന് ഈ ഒരു മഴ ഉണ്ടാകുന്നത് മോസ്റ്റ്ലി ഈ ഒരു 4 o'clock അല്ലെങ്കിൽ ആഫ്റ്റർനൂണിനോട് ചേർന്ന് കിടക്കുന്ന സമയങ്ങളിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിതിനെ 4 o'clock റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി എന്തുകൊണ്ടാണ് ഇത് ഈവനിങ് മാത്രം മഴ ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞു, പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം വരുന്നു, നമ്മുടെ വാം എയർ റേസ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന കൂടെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഇവാപ്രേറ്റഡ് ആകുന്ന ജലത്തെയും കൂടി കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ വാം എയറിന് അത്യാവശ്യം നമ്മുടെ ജലകണികകളെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ ഈ വാം എയർ മുകളിലേക്ക് പോകും തോറും ഇത് കോൾഡ് എയർ ആയിട്ട് മാറും. പക്ഷേ കോൾഡ് എയറിന് അത്രയും ജലകണികകളെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ രാവിലെ മുതൽ നിരന്തരമായിട്ട് ജലകണികൾ ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തും. അങ്ങനെ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്തേക്കും അത് മഴയായിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ അസേഷൻ, നമ്മുടെ അവകാശവാദവും ശരിയാണ്,
നമ്മുടെ റീസണും ശരിയാണ്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സോ നമ്മുടെ ഉത്തരം എന്താണ്? എ ആണ്. എക്കകത്ത് പറയുന്നത് എന്താണ്? എ, അതായത് നമ്മുടെ അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. എ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ റീസണാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്. അടുത്തത് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കൊരു അസേഷനും നമുക്കൊരു റീസണും തന്നിട്ടുണ്ട്. അസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അവകാശവാദം എന്ന് പറയുന്നത്, മാംഗ്രോവ്സ് ആർ വെരി സ്പെഷ്യലൈസ്ഡ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഓഫ് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ് ബോർഡറിങ് സർട്ടൻ സീ കോസ്റ്റ്. അതായത് മാംഗ്രോവ്സ്, നമ്മുടെ കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ്. അത് കാണപ്പെടുന്നത് നമ്മുടെ ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കൽ റീജിയൻസിലുമാണ്. ബോർഡറിങ് സർട്ടൻ സീ കോസ്റ്റ്, നമ്മുടെ ചില തീരപ്രദേശങ്ങളോട് ചേർന്നിട്ടാണ് ഇത് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ ഇതൊരു സ്പെഷ്യൽ ഫോറസ്റ്റ് അല്ല എക്കോസിസ്റ്റം ആകാനുള്ള കാരണമാണ് റീസണിൽ പറയുന്നത്. റീസൺ പറയുന്നത് ദേ സ്റ്റെബിലൈസ് ദ ഷോർ ലൈൻസ് ആൻഡ് ആക്ട് ആസ് എ ബുൾവാക്ക് അഗെയിൻസ്റ്റ് എൻക്രോച്ച്മെൻറ്റ് ബൈ ദ സീസ്. എൻക്രോച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യേറ്റം. എന്തിൻ്റെ? നമ്മുടെ കടലിൻ്റെ കയ്യേറ്റത്തിൽ നിന്നും നമ്മുടെ ഷോർ ലൈൻ, നമ്മുടെ തീരപ്രദേശങ്ങളെ ഒരു ബുൾവാക്ക് പോലെ സംരക്ഷിക്കുന്നു. ബുൾവാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോട്ട പോലെ സംരക്ഷിക്കുന്നു. ശരിയാണോ? ശരിയാണ്. നമ്മുടെ മാംഗ്രോവ്സിനെ ഒരു സ്പെഷ്യൽ എക്കോസിസ്റ്റം എന്ന് വിളിക്കാനുള്ളത് നമ്മുടെ തീരപ്രദേശങ്ങൾ ഇത് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാംഗ്രോവ്സിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ഈ സാൾട്ട് വാട്ടർ ഉള്ള പ്രദേശങ്ങളിൽ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ അധികം പ്ലാന്റുകളൊന്നും സർവൈവ് ചെയ്തില്ല. എന്നാൽ നമ്മുടെ മാംഗ്രോവ്സിൻ്റെ വേരുകൾക്ക് 90% സാൾട്ട് വാട്ടറും ഇതിൻ്റെ റൂട്ടുകളിലേക്ക് എൻ്റർ ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ വളരെ ലോ ഓക്സിജൻ കണ്ടൻറ്റുള്ള, അതായത് മണ്ണിൽ വളരെ ലോ ഓക്സിജൻ കണ്ടൻറ്റുള്ള പ്രദേശങ്ങളിലും സർവൈവ് ചെയ്യാനായിട്ട് നമ്മുടെ മാംഗ്രോവ്സിന് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കടലിൻ്റെ എൻക്രോച്ച്മെൻറ്റിൽ നിന്നും തീരപ്രദേശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത് കൊടുത്തേക്കുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് നമ്മുടെ അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്? നമുക്ക് വേറെ എന്തിലേക്കും പോകണ്ട. നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് എ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ദിവസം 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നോക്കുന്നത്. കാരണം എക്സ്പ്ലനേഷൻ കൂടെ വരുന്നുള്ളതുകൊണ്ട് നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് 10 ക്വസ്റ്റിനോ 15 ക്വസ്റ്റിനോ 20 ക്വസ്റ്റിനോ വേണേൽ ചെയ്യാം. പക്ഷേ എക്സ്പ്ലനേഷൻ കൂടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 5 ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ഒതുക്കുകയാണ്. ബിക്കോസ് നിങ്ങൾ എക്സ്പ്ലനേഷൻ കേൾക്കുന്ന സമയത്ത് തന്നെ എക്സ്പ്ലനേഷനിൽ നിന്ന് നിങ്ങൾക്ക് പല ചോദ്യങ്ങളും ഡെവൈവ് ആയിട്ട് വരും. ഇപ്പം ഞാൻ നേരത്തെ ഇപ്പം ഏറ്റവും കൂടുതൽ മീൻ ഇലവേഷനുള്ള കോർഡിനേറ്റ് ഏതെന്ന് പറഞ്ഞുകൂടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും കുറവ് മീൻ ഇലവേഷനുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഞാൻ അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മുടെ സൈക്ലോൺസിൻ്റെ കാര്യം, ഇതേ ചോദ്യം തന്നെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ചോദ്യത്തിൽ സൈക്ലോൺസ് പറഞ്ഞ കൂടെ തന്നെ ഞാൻ അതിനകത്ത് വേറെ കുറച്ച് സൈക്ലോൺസ് അത് എവിടെ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ 5 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് പറയുന്നതെങ്കിലും അതിൻ്റെ എക്സ്പ്ലനേഷനിൽ നിന്നും വീണ്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഡെവൈവ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഞാൻ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. സോ അപ്പോൾ എക്സ്പ്ലനേഷനോട് എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലായല്ലോ, ഈ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഉത്തരം എടുത്ത് പറഞ്ഞു പോകുന്നതിനേക്കാളും ടൈമും എടുക്കും, അത്രയും ചോദ്യങ്ങളും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നിന്ന് ഡെവൈവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 5 ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ നിന്നൊരു 15 ചോദ്യം ഡെവൈവ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ ഒരു സീരീസ് എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. ദിവസം 5 ക്വസ്റ്റ്യൻ മതി, കുറേ ആകുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻ ആക്കിയുള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പ്ലനേഷന് വരുന്ന മറ്റനേകം അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകുക. അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ, ഇതുവരെ ആരും അങ്ങനെ പോരായ്മകൾ പറഞ്ഞ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ പറയുന്നതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം തോന്നണമെന്നുണ്ടെങ്കിലോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളത് പറയുക കേട്ടോ. നിങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വരുന്നുണ്ടെങ്കിൽ എനിക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.